വെൽക്കം ടു സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവന്റ്. സ്മാക്ഡൗണിലെ ആദ്യത്തെ സെഗ്മെന്റ് ഡ്രൂ മാർക്കൻടയറിൻ്റെ. പക്ഷേ തൊട്ടുപുറകെ കൂടി റോഡ്സ് ഡ്രൂ മാർക്കൻടയർ ബീറ്റ് ചെയ്തു. ഉടൻ തന്നെ ടീം വന്ന് കൂടിയെ തടയുകയായിരുന്നു. അങ്ങനെ ഡ്രൂ മാർക്കൻടയറിൻ്റെ സെഗ്മെന്റ് കൂടി ഇൻട്രപ്റ്റ് ചെയ്തു. രണ്ടാമത്തെ മാച്ചാണ് റിയ റിപ്ലി ആൻഡ് ഇലോ സ്കൈ വേഴ്സസ് ജൂലിയ ആൻഡ് കൈന ജെയിംസ് ടാഗ് ടീം ടൈറ്റിൽ മാച്ച്. റിയ റിപ്ലി ജൂലിയയെ പിൻ ചെയ്തു സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസായി മാറി. മൂന്നാമത്തെ മാച്ചാണ് ദോ മിസ് വേഴ്സസ് കാർമെലോ ഹെയ്സ് നോർമൽ മാച്ച്. ആ മാച്ചിൽ കാർമെലോ മിസ്സിനെ കോഡ് ബ്രേക്കർ ഉപയോഗിച്ച് കളി ജയിക്കുകയായിരുന്നു. നാലാമത് നടക്കുന്ന മാച്ചാണ് ഡിവിസ് ട്രിപ്പിൾ ത്രെറ്റ് മാച്ച്. ചെൽസി ഗ്രീൻ വേഴ്സസ് ലാഷ് ലെജൻഡ് വേഴ്സസ് ടിഫനി സ്ട്രാറ്റോൺ. ഈ മാച്ചിൽ ജയിക്കുന്ന ഒരാൾക്ക് ഫെബ്രുവരി 28 നടക്കുന്ന എലിമിനേഷൻ ചാമ്പറിലേക്ക് പങ്കെടുക്കാൻ കഴിയും. ലാഷ് ലെജൻഡിനെ പിൻ ചെയ്യുന്ന സമയത്ത് ചെൽസി ഗ്രീനെ നായ ജാക്സ് വലിച്ചെടുക്കുകയുണ്ടായി. റിങ്ങിലെത്തിയ ടിഫനി ചെൽസിയെ ഫിനിഷർ ഉപയോഗിച്ച് തോൽപ്പിക്കുകയുണ്ടായി. ടിഫനി എലിമിനേഷൻ ചാമ്പറിലേക്ക് ക്വാളിഫൈഡായി. അഞ്ചാമത് നടന്ന മാച്ചാണ് റോയൽ റംബിൾ മാച്ചിൻ്റെ വിഷസ്വഭാവത്തെക്കുറിച്ച് കിഡ് വിൽസൺ പരാതിപ്പെടുക തുടർന്ന് ഓപ്പ ഫെമി നടപ്പിലാക്കുന്നു. തുടർന്ന് കിഡ് വിൽസന് പടുകൂറ്റം ബോഡി സ്ലാം നൽകി. അടുത്തതായി അതിഭയങ്കരമായ പവർ ബോംബ് ചെയ്ത് കിഡ് വിൽസനെ തോൽപ്പിച്ചു. വീണ്ടും ഡ്രൂ മാർക്കൻടയർ റിങ്ങിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഈ പ്രാവശ്യവും ഡ്രൂ മാർക്കൻ നേരെ അറ്റാക്ക് ഉണ്ടായി. അത് വേറെ ആരുമല്ല, ജേക്കബ് ഫാറ്റു. പിന്നെയും ഡ്രൂവിന് ഒരുപാട് ഇടികിട്ടിയിരുന്നു. വീണ്ടും സ്മാക്ഡൗൺ ടീം എത്തി ഡ്രൂവിനെ രക്ഷിക്കുകയും ജേക്കബ് ഫാറ്റുവെ തടയുകയും ചെയ്തു. ആറാമത് നടന്ന മാച്ചായിരുന്നു ഷിൻകു നാക്കമുറ വേഴ്സസ് ടാമ ടോങ്ങ. ഇതിൽ ഫേക്ക് ഗെയിം ഉപയോഗിച്ച് ടാമ ടോങ്ങ മാച്ച് ജയിച്ചു. പിന്നീട് നടന്ന സെഗ്മെന്റ് ആയിരുന്നു ജേഡ് കാർഗൽ ആൻഡ് ലീവ് മോർഗൻ റാക്കേൽ സെഗ്മെന്റ്. അതിൽ ജേഡ് ലീവിനോട് പറഞ്ഞു, എൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ റസൽമേനിയയിൽ വെച്ച് തല്ലും. ലീവ് പറഞ്ഞു, ഞാൻ സ്റ്റെഫിനിയെ തിരഞ്ഞെടുത്തു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി. നിനക്ക് കഴിയുമെങ്കിൽ റാക്കേലിനെ തോൽപ്പിക്കുകയും ഈ വരുന്ന റസൽമേനിയയിൽ ഞാനും റാക്കേലും ചാമ്പ്യൻസായി മാറും. അതേസമയം ജോർഡൻ ഗ്രേസ് കടന്നു വന്നു. ജോർഡൻ ആദ്യം തന്നെ ലീവിനെ അഭിനന്ദനം നൽകി. പിന്നീട് ഇവർ എല്ലാവരും തർക്കത്തിലായി. ഇവരുടെ തർക്കം കണ്ട് സ്മാക്ഡൗൺ ജനറൽ മാനേജർ ഒരു ടാഗ് ടീം മാച്ച് വെച്ചു. ലീവ് ആൻഡ് റാക്കേൽ വേഴ്സസ് ജോർഡൻ ആൻഡ് ജേഡ്. ആ മാച്ചിൽ ജോർഡൻ ആൻഡ് ജേഡ് വിജയിച്ചിരുന്നു. ലാസ്റ്റ് നടന്ന മാച്ചായിരുന്നു ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് ടു ക്വാളിഫൈ ഫോർ എലിമിനേഷൻ ചാമ്പർ. റാൻഡി ഓർട്ടൺ വേഴ്സസ് അലിസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് സോളോ സിക്കോവ. ആ മാച്ച് നല്ല ഉഗ്രൻ മാച്ചായിരുന്നു. റാൻഡി ഓർട്ടൻ്റെ ഫിനിഷറായ ആർക്കയോ ഉപയോഗിച്ചു എലിമിനേഷൻ ചാമ്പറിലേക്ക് ക്വാളിഫൈഡ് ആയി. നിങ്ങൾക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക.